Hello my dear students, നമ്മുടെ 38ാമത്തെ സെഷൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഗ്രെയിൻ ഷെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ വരുന്നത്. ഗെയിൻ ഷെയറിങ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഗെയിൻ ഷെയർ ചെയ്യുന്ന സമയത്ത് മാനേജ്മെൻറ്റ് എംപ്ലോയീസുമായിട്ടാണ് ഗെയിൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും ഗെയിൻ ഷെയറിംഗ് എന്ന് പറയുന്നത് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ വെറുതെ പ്രോഫിറ്റ് ഉണ്ടായതുകൊണ്ട് അത് എംപ്ലോയീസിനെ ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഇതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആദ്യം പെർഫോമൻസ് നന്നാക്കുക, പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുക, അതിലൂടെ ഓർഗനൈസേഷന് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക, അതിലൂടെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുക, എന്നിട്ടാണ് ഗെയിൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗെയിൻ ഷെയറിങ് എപ്പോഴും പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനിൽ ഗെയിൻ ഷെയറിങ്ങിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. അല്ല, ആദ്യം പറയുന്ന പ്രിൻസിപ്പിൾ എക്സ്റ്റെൻസീവ് കൺസൾട്ടേഷൻ. അതായത് മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ പരസ്പരം ഈ ഗെയിൻ ഷെയറിങ്ങിനെ കുറിച്ച് ശരിയായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കാനുള്ള ഒരു കൺസൾട്ടേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും നമ്മളുടെ പെർഫോമൻസിൽ ഷോർട്ട് ടേം അതുപോലെ ലോങ് ടേം മെഷേഴ്സിനെ മിക്സറായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ബേസിലായിരിക്കണം ഗെയിൻ ഷെയറിങ് വരുന്നത്. പിന്നെ ഈ പറയുന്ന ഗെയിൻ ഷെയറിങ്ങിൽ നമുക്ക് ഈ ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ മെഷേഴ്സും ഉണ്ടാവും. ദാറ്റ് മീൻസ് ഗെയിൻ ഷെയർ ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ മെഷറാണ്. നോൺ ഫിനാൻഷ്യൽ മെഷർ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ അതിനുള്ള റെക്കഗ്നീഷൻസും ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം ഗെയിൻ ഷെയറിങ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു മെഷറബിൾ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റിനായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഗെയിൻ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും റെഗുലറായിട്ട് എംപ്ലോയീസും മാനേജേഴ്സും മീറ്റ് ചെയ്ത് അവരാദ്യം പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് എൻഷുർ ചെയ്യണം. എന്നിട്ടേ വേണം ഗെയിൻ ഷെയറിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ പെർഫോമൻസ് മെഷർ ചെയ്യുക, പെർഫോമൻസ് അപ്രൈസലൊക്കെ മെഷർ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് റെഗുലറായിട്ട് അതിൻ്റെ ഫീഡ്ബാക്സൊക്കെ നമ്മുടെ ഗെയിൻ ഷെയറിങ്ങിന് അനിവാര്യമാണ്. പിന്നെ നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ്സിൻ്റെ എപ്പോഴും സപ്പോർട്ടും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഗെയിൻ ഷെയറിങ് നടക്കേണ്ടത്. അപ്പം ഇതൊരു എസെൻഷ്യലി ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഈ ഗെയിൻ ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗെയിൻ ഉണ്ടാകുന്നത് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മളുടെ എംപ്ലോയീസ് അവർ ഗ്രൂപ്പായി തിരിഞ്ഞ് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത് അതിലൂടെ നമ്മളുടെ ഓർഗനൈസേഷനെ സക്സസ്സിലേക്ക് എത്തിക്കുക. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അഡീഷണൽ ആയിട്ടുള്ള പ്രോഫിറ്റ്, ആ ഗെയിനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതാണ് സാധാരണ എല്ലാ ഓർഗനൈസേഷനിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളുടെ മാനേജേഴ്സും എംപ്ലോയീസും റെഗുലറായിട്ട് മീറ്റ് ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഈ ഗെയിൻ ഷെയറിങ് ഈ പറയുന്ന നമ്മുടെ എംപ്ലോയീസും അതുപോലെ മാനേജേഴ്സും ഒത്തൊരുമിച്ച് നിന്ന് കോർഡിനേറ്റ് ചെയ്ത് പ്രോപ്പറായി പ്ലാൻ ചെയ്തിട്ട് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്പനിക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഓക്കെ, സോ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ പെർഫോമൻസ് ബെറ്റർ ആവും. അതിൽ നിന്നുമാണ് ഗെയിന് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ആ രീതിയിലാണ് ഗെയിൻ ഷെയറിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗെയിൻ ഷെയറിങ്ങിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അത് എക്സാമിന് എസ് ആയിട്ട് ചോദിക്കുന്നതാണ്. ദ പ്രോസസ് ഓഫ് ഗെയിൻ ഷെയറിങ്. ഗെയിൻ ഷെയറിങ് പ്രോസസ്സിന് 5 സ്റ്റെപ്സാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോളിസിയാണ്. അതായത് എംപ്ലോയറാണല്ലോ നമുക്ക് ഗെയിൻ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എപ്പോഴും എംപ്ലോയർ എന്ത് ചെയ്യണം, ആ ഗെയിൻ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ചില കീ പോളിസി ഇഷ്യൂസ് എടുക്കണം, കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഗെയിൻ ഷെയറിങ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ ഒരു കീ പോളിസി ഇഷ്യൂസിനെ ബേസ് ചെയ്ത് ഓർഗനൈസേഷനിൽ ആ ഒരു എംപ്ലോയീസിൻ്റെ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് അത് എത്രത്തോളം എങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ ഈ പോളിസിയിൽ ഫോം ചെയ്യണം. ഓക്കെ, ആ ഒരു ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഗെയിൻ ഷെയർ ചെയ്യുക. ഇപ്പം നമ്മളുടെ ഓരോ എംപ്ലോയീസിൻ്റെയും ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് വേരി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് അവരായിട്ടുള്ള ഗെയിൻ ഷെയറിങ് വ്യത്യാസമാവും. അപ്പോൾ സീനിയർ എക്സിക്യൂട്ടീവ്സ് എപ്പോഴും എന്ത് ചെയ്യണം, അവരുടെ എംപ്ലോയീസ് ഓരോ കാര്യത്തിലും എത്രത്തോളം ഇൻവോൾവ് ആണ് ആ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് പോളിസീസ് ഉണ്ടാക്കി അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഗെയിൻ ഷെയർ ചെയ്യേണ്ടത്. മറ്റുള്ള പല പോളിസി കൺസേൺസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഓർഗനൈസേഷൻ്റെ
ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും ഗെയിൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയും സപ്പോർട്ടീവായിട്ടുള്ളൊരു പോളിസിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഈ ഗെയിൻ ഷെയറിങ്ങിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി നമ്മൾ തീരുമാനമാക്കേണ്ടതാണ്. അപ്പോൾ ഗെയിൻ ഷെയറിങ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഫോം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന ഗെയിൻ ഷെയറിങ് പേയ്മെൻറ്റ്സ് എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഈ ഗെയിൻ ഷെയറിങ് നമ്മളുടെ എംപ്ലോയീസിൻ്റെ ഫോർമൽ കോൺട്രാക്റ്റിൻ്റെ കൂടെയാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഗെയിൻ ഷെയർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ എമൗണ്ട് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സാലറിയുടെ പെർസെൻറ്റേജ് ആയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബേസിലാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കണം. പിന്നെ ഈ പറയുന്ന ഡിവിഷൻ ഓഫ് ഗെയിൻ നമ്മളുടെ ഗെയിൻ ഇപ്പോൾ ഓർഗനൈസേഷൻ എത്ര ഗെയിൻ കിട്ടുന്നുണ്ടോ ആ ഗെയിൻ്റെ എത്ര ഡിവിഷനാണ് നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസായിട്ട് ഷെയർ ചെയ്യേണ്ടത് അതും തീരുമാനിക്കണം. പിന്നെ നമുക്ക് ഈ ഒരു ഗെയിൻ ഷെയറിങ്ങിന് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഈ പറയുന്ന ഗെയിൻ ഷെയറിങ് മാക്സിമം കമ്മിറ്റ്മെൻറ്റോടുകൂടി നല്ലൊരു മോട്ടിവേഷൻ പ്രോഗ്രാമായിട്ട് തന്നെ നിലകൊള്ളേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള പോളിസീസാണ് ഓർഗനൈസേഷൻ ഗെയിൻ ഷെയറിങ്ങിന് ആദ്യം ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഓരോ പോളിസി ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് ഗെയിൻ ഷെയറിങ് പ്ലാൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് നമ്മുടെ ടോപ്പ് ലെവലിലാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇത് പ്രോപ്പറായിട്ട് ഈ പോളിസി ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ ഗെയിൻ ഷെയറിങ്ങിനുള്ള പോളിസീസ് ഫോം ചെയ്യുന്നത്. സോ വൺസ് ഈ പോളിസി ഇഷ്യൂസിനനുസരിച്ച് നമ്മൾ ഗെയിൻ ഷെയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് കൺസൾട്ട്. അതായത് ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലെവലിലുള്ള എംപ്ലോയീസായിട്ട് നമ്മൾ ഗെയിൻ ഷെയറിങ് കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സും അതുപോലെ ബോർഡ് മെമ്പേഴ്സായിട്ടും കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. കാരണം അവരുടെ പെർമിഷൻ, നമ്മൾക്ക് കിട്ടുന്ന ഗെയിനിൻ്റെ ഷെയറിങ് എംപ്ലോയീസായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനുള്ള പെർമിഷൻ നമുക്ക് ചിലപ്പോൾ അവരിൽ നിന്നും മേടിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അത് അവരുടെ അടുത്തും കൺസൾട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവരായിട്ട് കൺസൾട്ട് ചെയ്ത് നമുക്ക് എത്രത്തോളം ഗെയിൻ എംപ്ലോയീസായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഫോം ചെയ്യാം. ഇനി സപ്പോസ് നമ്മുടെ എംപ്ലോയീസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരെയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗെയിൻ ഷെയറിങ്ങിൻ്റെ കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ ഗെയിൻ ഷെയറിങ്ങിന് വേണ്ടി കൺസൾട്ട് ചെയ്യുമ്പോൾ സൂപ്പർവൈസറി ലെവലിലായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ ഗെയിൻ ഷെയറിങ്ങിന് സക്സസിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു മെയിൻ ആസ്പെക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഈ സൂപ്പർവൈസർ ലെവലിൽ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗെയിൻ ഷെയറിങ് ഓരോരുത്തരുടെ അടുത്തും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തിനാണ് നമ്മളിങ്ങനെ ഗെയിൻ ഷെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഗെയിൻ ഷെയറിങ് സിസ്റ്റം നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റും ഈ സൂപ്പർവൈസർ ലെവലുള്ള ആൾക്കാരായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ എംപ്ലോയീസിനെ നമ്മളുടെ ഗെയിൻ ഷെയറിങ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഗെയിൻ ഷെയറിങ് പ്ലാനിങ് അത് എത്രത്തോളം അവരെ ബെനിഫിറ്റ് ചെയ്യുന്നു, അവരെ നമുക്ക് ആ രീതിയിൽ കൺവിൻസ് ചെയ്യാനായിട്ടും പറ്റും. പിന്നെ നമുക്ക് അവരുടെ നല്ല കമ്മിറ്റ്മെൻറ്റ്സ് ഈ ഗെയിൻ ഷെയറിങ്ങിലൂടെ നേടാം. പിന്നെ പ്ലസ് നെക്സ്റ്റ് സ്റ്റേജ് നമുക്ക് എന്താണ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൺസൾട്ടൻ്റ് ആയിട്ട് ആയിരിക്കണം നമ്മൾ ഗെയിൻ ഷെയറിങ്ങിൻ്റെ കാര്യം കൺസൾട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ അഡ്വൈസ് ശരിക്കും നമുക്ക് വളരെ ഗുണമുള്ളതായിരിക്കണം, അല്ലാതെ അതൊരു ദോഷമായിട്ട് മാറരുത്. ആ രീതിയിലാണ് നമ്മൾ ഗെയിൻ ഷെയറിങ് കൺസൾട്ട് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്ന മൂന്നാമത്തെ സ്റ്റെപ്പാണ് ടൈലറിങ്. അതായത് നമുക്ക് ഇപ്പോൾ ഈ ഗെയിൻ ഷെയറിങ് നമ്മൾ പറഞ്ഞല്ലോ പെർഫോമൻസിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ചാണ് ഗെയിൻ ഷെയറിങ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ ഗെയിൻ ഷെയറിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്ത്, ഏതൊക്കെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത് അത് കൺസിഡർ ചെയ്ത് അത് മെഷർ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ഓരോ എംപ്ലോയീസും അതിലേക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിലൂടെ അവരെങ്ങനെയാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഗെയിൻ ഷെയറിങ് ഒരു ഓർഗനൈസേഷൻ്റെ എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റിന് റിലേറ്റഡ് ആയിരിക്കണം. ഇമ്പ്രൂവ്മെൻറ്റ് എത്രത്തോളം നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടോ അതനുസരിച്ചാണ് ഗെയിൻ ഷെയർ ചെയ്യേണ്ടത്. സോ ഈ ഗെയിൻ ഷെയറിങ് നമ്മുടെ ഓർഗനൈസേഷന് അതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരു വർത്താണ്. ഓക്കെ,
അപ്പം എപ്പോഴും നമ്മൾ ആ ഗെയിൻ ഷെയറിങ്ങിൽ ഓർഗനൈസേഷനാണ് കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കേണ്ടത്. മെജോറിറ്റി ഗെയിൻ ഓർഗനൈസേഷന് ഷെയർ ചെയ്തിട്ട് പിന്നീടാണ് എംപ്ലോയീസിന് ബാക്കിയുള്ള ഗെയിൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഈ എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഈ ഗെയിൻ ഷെയറിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ചില കീ ഫീച്ചേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ആ കീ ഫീച്ചേഴ്സ് എല്ലാം ഇവരുടെ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും. അപ്പം ഒരു കമ്പാരറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ ഈ കമ്പാരറ്റീവ് ഇൻഫർമേഷൻസ്, അതായത് ഇപ്പോൾ ഓരോരുത്തരും എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തു, അവർക്ക് അതനുസരിച്ച് ഗെയിൻ ഷെയറിങ് എത്ര കിട്ടി, അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് എത്ര ഇമ്പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ള രീതിയിലുള്ള കമ്പാരറ്റീവ് ഇൻഫർമേഷൻസ് നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്നത് ഇത് റിലേറ്റഡ് ആയിട്ട് വളരെയധികം നല്ലതാണ്. കാരണം അത് മനസ്സിലാക്കിയിട്ട് എംപ്ലോയീസ് വളരെ ഉചിതമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടാവും. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഗെയിൻ ഷെയറിങ് ഫോം ചെയ്യുന്നത്. പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഗെയിൻ ഷെയറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ്. വൺസ് നമ്മൾ ഗെയിൻ ഷെയറിങ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഡിസൈഡ് ചെയ്തു, എങ്ങനെ ആവണം എന്നുള്ള അഗ്രി ചെയ്ത് കഴിയുമ്പോൾ അതിന് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നമ്മുടെ മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും എംപ്ലോയീസിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇത് കൊടുത്താൽ മാത്രമാണ് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അല്ലാതെ വെറുതെ വാക്കാൽ നിങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിൻ ഷെയറിങ് കിട്ടുന്നു വെറുതെ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പെർഫോമൻസ് ഇഫക്റ്റീവായിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് കൂടി കൊടുക്കണം. സോ അങ്ങനെ 3 തരത്തിലുള്ള ട്രെയിനിങ് ആണ് ഈ ഗെയിൻ ഷെയറിങ്ങിന് വേണ്ടി നമ്മൾ ഫോം ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗെയിൻ ഷെയർ ചെയ്യപ്പെടുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ്. രണ്ടാമത്തെ ട്രെയിനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിൻ ഷെയറിങ് സക്സസ്ഫുൾ ആക്കാനായിട്ട് എന്തൊക്കെ സ്കിൽസാണ് ആവശ്യം വരുന്നത്, ആ സ്കിൽസിനുള്ള ട്രെയിനിങ് ആണ് രണ്ടാമത് കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിൻ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കിൽസ് നോളേജിനുള്ള ട്രെയിനിങ് ആണ്. സോ നമ്മളുടെ ഈ ഒരു ഗെയിൻ ഷെയറിങ്ങിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫേസാണ് ഈ ട്രെയിനിങ് ഫേസ്. ഇതില്ലെങ്കിൽ നമുക്ക് ഗെയിൻ ഷെയറിങ് ഇഫക്റ്റീവ് ആവില്ല താനും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷനാണ്. നമ്മൾ ഗെയിൻ ഷെയറിങ് എത്രയാണ് വേണ്ടത്, അതിന് വേണ്ട കൺസൾട്ടിംഗ് ഒക്കെ നടത്തി അതിന് വേണ്ട എല്ലാ പ്ലാൻസ് എല്ലാം പ്രിപ്പയർ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. സോ ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ ഗെയിൻ ഇപ്പോൾ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഗെയിൻ നമ്മൾ വീണ്ടും കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് നടത്തി ഓരോരുത്തരുടെ പെർഫോമൻസിൻ്റെ ഫീഡ്ബാക്ക് മെഷർ ചെയ്ത് ഓരോരുത്തർക്കും അക്യുറേറ്റ് ആയിട്ട് എന്ത് ഫിഗേഴ്സിലുള്ള ഗെയിനാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഫോം ചെയ്ത് അത് പ്രോപ്പറായിട്ട് ആ പേയ്മെൻറ്റ് നടത്തുകയാണ്. എന്നിട്ട് ഈ ഒരു ഗെയിൻ ഷെയറിങ് പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണല്ലോ, അപ്പോൾ ആ രീതിയിൽ അതിനെ മോണിറ്റർ ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇനി ഫർദർ പെർഫോമൻസ് ഇഫക്റ്റീവ് ആവുന്നതെന്നൊക്കെ മോണിറ്റർ ചെയ്യുക. സോ നമ്മൾ എപ്പോഴും ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടും അതുപോലെ നമ്മുടെ റിസോഴ്സിൻ്റെ ലഭ്യതയുമാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗെയിൻ ഷെയറിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് 5 സ്റ്റെപ്പ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗെയിൻ ഷെയറിങ് നടത്തുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ബെനഫിറ്റ്സ്? നമ്മുടെ ഓർഗനൈസേഷനും എംപ്ലോയീസിനും ഒരേപോലെ തന്നെ ഗെയിൻ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന് സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, ഒരു ഷെയർഡ് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ കീ ഏരിയാസ്, നമ്മുടെ ഓർഗനൈസേഷന് സക്സസ് ആവേണ്ട കീ ഏരിയാസിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നു. പിന്നെ പ്രൊഡക്ടിവിറ്റിയിൽ, പ്രോഫിറ്റബിലിറ്റിയിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നു. യൂണിറ്റ് കോസ്റ്റിനെ റിഡ്യൂസ് ചെയ്യപ്പെടുന്നു. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളൊരു കാര്യം കൂടി എംപ്ലോയീസിന് കിട്ടുന്നുണ്ട്. സിൻസ് ഈ ഗെയിൻ ഷെയറിങ്ങിൽ മാനേജേഴ്സും എംപ്ലോയീസും ഫ്രീക്വൻ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എല്ലാ എംപ്ലോയീസിൻ്റെ ഒരു വർക്കിൽ ഇൻവോൾവ്മെൻറ്റ് സ്ട്രെങ്തൻ ആക്കപ്പെടുന്നുണ്ട്. പിന്നെ എല്ലാ എംപ്ലോയീസിനും നല്ലൊരു ടീമായിട്ട് മുന്നോട്ട് പോകാനും ഈ ഗെയിൻ ഷെയറിങ് ഹെൽപ്പ് ആവുന്നുണ്ട്.